നമുക്ക് ഒരു കല്യാണത്തിന് പോയാലോ? കഴിഞ്ഞ കല്യാണത്തലേന്ന് വീഡിയോയില് ഞാൻ പറഞ്ഞില്ലേ ഒരു സാരി, ഇതാണ് മക്കളെ ആ റെഡ് സാരി. പിന്നെ ചേച്ചിയുടെ സ്കിൻ കെയർ എന്താന്ന് ചോദിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടാ ഇതും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്തേക്കണേ. ആദ്യം തന്നെ മുഖത്ത് മസാജ് ചെയ്ത് അപ്ലൈ ചെയ്തതാണ് സിറം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മോയ്സ്ചറൈസർ, അത് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ. ഇതാണ് മെയിൻ ആയിട്ട് ഞാൻ മുഖത്ത് ചെയ്യാറുള്ളത് കേട്ടാ. ഇനി നമുക്ക് ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ ഐടെക്സിന്റെ പൊട്ട് തൊട്ടാ തന്നെ ഞാൻ സുന്ദരിയായി എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ നമുക്ക് പൊട്ട് തൊടാം, നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുങ്കുമം തൊടാം, പിന്നെ കണ്ണൊന്ന് എഴുതി കൊടുക്കാം. അത് കഴിഞ്ഞ് ലിപ്സ്റ്റിക് ഇട്ടാ നമ്മുടെ മേക്കപ്പ് ഏകദേശം കഴിഞ്ഞു കേട്ടാ. ഫൗണ്ടേഷനോ ഹൈലൈറ്ററോ കൺസീലറോ ഇതൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടാ. ഒന്നാമത് അതിനെ കുറിച്ച് വലിയ ധാരണയില്ല, മാത്രല്ല ഒന്ന് ഒപ്പിച്ചിടാന്ന് വിചാരിച്ചാലോ എന്റെ ഫേസ് മറ്റാരുടെയോ ഫേസ് പോലെ തോന്നും. അപ്പൊ ജാനുവിനെ ഒരുക്കി നമ്മുടെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ സാരി ഉടുത്ത ഫോട്ടോസ് പോസ്റ്റ് ചെയ്തപ്പോ തന്നെ ഒരു 100 പേര് എന്നോട് ചോദിച്ചു എവിടുന്നാ ചേച്ചി ഈ സാരി പർച്ചേസ് ചെയ്തേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു തരാം, ഇത് നമ്മുടെ അമ്മൂസ് ബുട്ടീക്ക് എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ സെലക്ട് ചെയ്തേക്കണേ. ഇത് മാത്രല്ല അന്ന് ഹൈലൈറ്റ് മാളിക്ക് പോയിപ്പിട്ട ഒരു കോഡ് സെറ്റ് ഒക്കെ ഇല്ലേ, അതും അമ്മൂസ് ബുട്ടീക്ക് നിന്നാണ്. ഡീറ്റെയിൽസ് വേണ്ടവർക്ക് എന്തായാലും താഴെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാട്ടാ. അപ്പൊ നമ്മൾ ഇറങ്ങിയിട്ടാ. ഇത് നമ്മുടെ തുളസേച്ചും മധുച്ചേട്ടനാണ്, എന്നെ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് അമ്പലം നടക്കേന്ന് കല്യാണ വണ്ടിയിൽ കയറി അതാ നമ്മുടെ ഹാളിൽ എത്തിയിട്ടുണ്ട് കേട്ടാ. അവിടെ അതാ താലൊക്കെ റെഡിയാണ് കേട്ടാ. എന്റെ തൊട്ടടുത്തിരിക്കുന്നില്ലേ, അതാണ് നമ്മുടെ ജയശ്രീ ചേച്ചി. ആള് ടീച്ചറാണ് കേട്ടാ. പിന്നെ ഇത് എന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ കൂട്ടുകാരനാണ് കേട്ടാ. അങ്ങനെ നമ്മുടെ ചടങ്ങുകളൊക്കെ അങ്ങോട്ട് ആരംഭിക്കുകയാണ് കേട്ടാ. താലം പിടിച്ചു പോയ സുന്ദരിമണികൾ അതാ ചെക്കനും പെണ്ണിനെയും ഒക്കെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്റ്റേജിലെ ചടങ്ങുകൾ അതാ ഓരോന്നോരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചടങ്ങുകൾ ഒന്നും ശ്രദ്ധിക്കാതെ ഇവിടെ അമൂല്യക്കുട്ടിയും ജാനുക്കുട്ടിയും ശ്രേയക്കുട്ടിയും നമശിവകുട്ടനും ഗോകുലകുട്ടനും അവിടെ പൂര തകർക്കലാണ്. ഞാനും ഇന്ദും അംബികയും കൂടി ഇവിടെയും തകർക്കുന്നുണ്ട്. ഞങ്ങളുടെ രണ്ടുപേരുടെ കല്യാണം കഴിഞ്ഞു, അടുത്തത് നീയാ ഇന്ദു എന്ന് പറഞ്ഞ് അവളെ വാരുകയാണ് കേട്ടാ. അപ്പൊ നമുക്ക് ഇനി കുറച്ച് ഫോട്ടോ സെക്ഷൻ ആവാ അല്ലെ. അതിനിടയിൽ അഞ്ജന പ്രശാന്തേട്ടനെ തിരക്കാണ്. പ്രശാന്തേട്ടൻ പാലക്കാട് പോയേക്കാണ്, പാർട്ടിക്ക് എന്തായാലും എത്തൂട്ടാന്ന് ഞാൻ അവളോട് പറഞ്ഞു. അതിനിടയില് നമ്മുടെ ക്യാമറമാനോന്റെ ക്യാമറയമ്മ മണ്ഡല ആർട്ട് ചെയ്തേക്കണു. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടായിട്ട് അത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അതാ സദ്യ കഴിക്കാനിരുന്നു. കൂടെ നല്ല അടിപൊളി പാലട പായസവും കുടിച്ചുട്ടാ. ഇതാണ് നമ്മുടെ ലച്ചുക്കുട്ടിയും അമൂല്യക്കുട്ടിയും, ജാനുവിന്റെ തിരുവാതിരക്കളി മെയ്റ്റ്സ് ആണ് അവരൊക്കെ. അങ്ങനെ നമ്മളെല്ലാവരും തിരിച്ചു പോന്നു. ഇനി പാർട്ടിക്ക് പോകണ്ടേ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ പാർട്ടി ആയപ്പോഴത്തേക്കും പ്രശാന്തായിട്ട് എത്തിയിട്ടാ. എനിക്കാണെങ്കിൽ നല്ല രസമായിട്ട് ഈ വയലിൻ വായിക്കണ കേട്ടിട്ട് അവിടുന്ന് പോരാനേ തോന്നുന്നുണ്ടായില്ല കേട്ടാ. എന്തായാലും ജ്യോതിസെ എനിക്ക് നേരിട്ട് പറയാൻ പറ്റിയില്ല, അടിപൊളിയായിരുന്നു കേട്ടാ. പിന്നെ നമ്മളെല്ലാവരും ഫോട്ടോയൊക്കെ എടുത്ത് ഫുഡൊക്കെ അടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടാ.